ദേ ആകാശത്തൂടെ പറന്ന് താഴേക്ക് വന്നിരിക്കുകയാണ് പ്ലാച്ചി. ഹലോ ഹായ് നമസ്കാരം. ലാലേട്ടൻ വന്നു, ഒരു PSC എക്സാമിനേഷൻ നടത്തി, കുറച്ച് ജനറൽ നോളജും കുറച്ച് കുസൃതി ചോദ്യങ്ങളും ഉള്ളൊരു സെഗ്മെന്റ്. കൊള്ളായിരുന്നു, കുറെ ചിരിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് ചിരി വന്നത് നമ്മുടെ സാബു മോനോട് ചോദിച്ച കാര്യമാണ്. സാബു മോനല്ലോ, സാബു മാൻ. മാൻ, നമ്മൾ മരിക്കാതിരിക്കണേ എന്ത് ചെയ്യണം? ഇവിടെ ചിരിച്ചോണ്ടിരിക്കണം. അങ്ങനത്തെ കുറെ തഗ് പരിപാടി. അനീഷ് അതിനകത്ത് കുറെ ഉത്തരങ്ങളൊക്കെ സ്കോർ ചെയ്തു. അതിന് പുള്ളിക്ക് നോമിനേറ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം ലാലേട്ടൻ എറിഞ്ഞു കൊടുത്തു. ഇന്നായിരിക്കട്ടെ, ഞാൻ ബിഗ് ബോസിനോട് പോലും ചോദിക്കുന്നില്ല, എന്നാ പിടിച്ചോന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ. എല്ലാവർക്കും ഒരു അതിഥി വരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൻ കവാടത്തിന് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് എന്റെ മോനെ ഇനി വല്ല വൈൽഡ് കാർഡും ആണോ, ഇനി ഏതെങ്കിലും വലിയ ഭീകരന്മാരോ ഭീകരത്തികളൊക്കെ കയറി വരുന്ന ഒരു സീനായിരിക്കും ഇനി കാണാൻ പോകുന്നത്. ഇപ്പോ തന്നെ മിന്നൽ മുരളിയിലെ പാട്ടും തീ മിന്നൽ തിളങ്ങിയോ, അങ്ങനാണെങ്കിൽ ഏതെങ്കിലും സൂപ്പർ പവർ ഒക്കെ ഉള്ളവനൊക്കെ ആയിരിക്കും വരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ദേ ആകാശത്തൂടെ പറന്ന് താഴേക്ക് വന്നിരിക്കുകയാണ് പ്ലാച്ചി. അതെടുക്കുക, അനിമോൾ ചാടുന്നു ഓടുന്നു, പക്ഷെ പ്രത്യേകിച്ച് നന്ദിയൊന്നും പറഞ്ഞില്ല. ലാലേട്ടൻ ചോദിച്ച സന്തോഷമൊന്നും ആയില്ലേ? അനിമോൾ എനിക്ക് വന്ന് പാപ പോയതിനു ശേഷം വേറെ എന്തെങ്കിലും ഒരു പരിപാടി പിടിക്കാന്നൊക്കെ പ്ലാൻ ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കി തുടങ്ങുമ്പോഴായിരിക്കാം പോയ പ്ലാച്ചി തിരിച്ചു കയറി വന്നത്. അങ്ങനെ പ്ലാച്ചിനെ എടുത്ത് കഷത്തി വെച്ച് അനിമോൾ അവിടെ ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. ലാലേട്ടൻ വന്നു, കാര്യങ്ങളൊക്കെ വളരെ കൂളാക്കി അങ്ങ് വിട്ടു. നെവിൻ ഇച്ചിരി ഡൗൺ ആണ്. നെവിന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് പുള്ളിക്ക് അറിയത്തില്ലാതിരുന്നപ്പോഴും നെവിൻ പറഞ്ഞു, ലാലേട്ട എനിക്ക് മാനസിക പ്രശ്നങ്ങൾ. മോനെ കൂളായിട്ടിരിക്കൂ, എന്തിനാണ് നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്? പുതിയ കാര്യങ്ങൾ ചിന്തിക്കൂ, സ്ട്രോങ് ആയിട്ട് നിൽക്കൂ, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നതല്ലേ, നിങ്ങളെ ഇഷ്ടമില്ലേ എന്നൊക്കെ പറഞ്ഞ് നെവിനെ സേഫ് ആക്കി. പിന്നെ നൂറ സേഫായി, ബിന്നി സേഫായി, അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ നിൽക്കുന്നു. ഇനി ആരൊക്കെ പോകും ആരൊക്കെ വരും എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു എപ്പിസോഡ്.